കൊച്ചിയിൽ വീണ്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പേരിൽ തട്ടിപ്പിന് ശ്രമം. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പണം തട്ടാനായിരുന്നു ശ്രമം. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടാൻ ശ്രമിച്ചത്. 1,70,000 രൂപയാണ് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടത്. പണം പിൻവലിക്കാനായി ജെറി അമൽദേവ് ബാങ്കിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. ബാങ്ക് മാനേജരും പോലീസും ചേർന്ന് പണം തട്ടാനുള്ള ഉത്തരേന്ത്യൻ സംഘത്തിന്റെ ശ്രമം തകർത്തു. ജെറി അമൽദേവിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും അക്കൗണ്ടിലുള്ള 1,70,000 രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടത്. വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നും കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ വൻ തുക നൽകണം എന്നുമായിരുന്നു ആവശ്യം. പണം പിൻവലിക്കാൻ പച്ചാളത്തെ ഫെഡറൽ ബാങ്കിൽ ജെറി അമൽദേവ് എത്തി. തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടതുപോലെ പണം ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ജെറി അമൽദേവ് മാനേജരോട് ആവശ്യപ്പെട്ടു. സാറ് ഡയറക്റ്റ് എൻ്റെ ക്യാബിനിലോട്ട് വരുമായിരുന്നു. എന്നിട്ട് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, അർജൻറ്റാണ്, RTGS ചെയ്ത് തരണം, എന്നിട്ട് UTR നമ്പറും കൂടി വേണം എന്ന് പറഞ്ഞു. സാർ അധികം സംസാരിക്കുന്നില്ല, ബട്ട് സാറ് വേറൊരു കോളിലാണെന്നുള്ള രീതിയിൽ ഇയർഫോൺ വെച്ചിട്ട് അവരോടും സംസാരിക്കുന്നുണ്ട്. മുംബൈയിലുള്ള ജനതാ സേവ എന്ന അക്കൗണ്ടിലേക്ക് പണം മാറ്റാനായിരുന്നു നിർദ്ദേശം. പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ബാങ്ക് മാനേജർ സജ്ന മോളസിന്റെ അവസരോചിതമായ ഇടപെടലാണ് ജെറി അമൽദേവിനെ പണം നഷ്ടപ്പെടാതെ രക്ഷിച്ചത്. ഡീറ്റെയിൽസ് തരാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് തന്നത് ഒരു നോൺ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ്. അതൊരു ജനതാ സേവ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്, വേറൊരു ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. അതിൻ്റെ IFSC കോഡും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം തന്നപ്പോൾ എനിക്ക് സംശയമായി. കാരണം സാർ ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ട് അങ്ങനെ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടൊരു ഫണ്ട് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ചോദിച്ചു. വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പുള്ളി പറയുന്ന പോലെ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അലേർട്ട് ആകാൻ എനിക്ക് തോന്നി. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പേരിൽ പണം തട്ടൽ വ്യാപകമാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് തട്ടിപ്പ് സംഘം സമീപിക്കുന്നത്. കൊച്ചിയിൽ അടുത്തിടെ 4 കേസുകളിൽ നിന്ന് മാത്രമായി 15 കോടിയിലധികം രൂപയാണ് തട്ടിയത്. കഴിഞ്ഞ ദിവസം 71കാരന്റെ 70 ലക്ഷം രൂപ നഷ്ടമായി. തട്ടിപ്പിന് ഉപയോഗിച്ച അക്കൗണ്ട് ഫെഡറൽ ബാങ്ക് അധികൃതർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.